ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതലും ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചാനൽ ഇടാറുള്ളത്. ഡെവലപ്മെൻറ്റ്, മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെൻറ്റ്, ഡെവോപ്സ്, പിന്നെ ജനറൽ ആയിട്ടുള്ള ടെക്നോളജിക്കൽ വീഡിയോസും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 7 ടൈപ്പ് ഓഫ് എഐസിനെ കുറിച്ചാണ്. അതിനകത്ത് 3 മെയിൻ ടൈപ്പ് ഓഫ് എഐസ് ഉണ്ട്. ബാക്കി വരുന്ന 4 ഇതിന്റെ സബ് ടൈപ്സ് ആണ്. ഓക്കെ, അപ്പം നാരോ എ ഉണ്ട്, ജനറൽ എ ഉണ്ട്, സൂപ്പർ എ ഉണ്ട്. എ എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇന്റലിജൻസ് കൊടുത്തിട്ട് ഒരു മെഷീനെ കേപ്പബിൾ ആക്കുന്നു. നമുക്കിപ്പോൾ ഒരുപാട് എഐസ് അവൈലബിൾ ആണ്, ചാറ്റ് ജിപിടി പോലുള്ള എഐസ് എല്ലാം. അതെല്ലാം ടെക്സ്റ്റ് ജനറേറ്റിംഗ് എ ആണ്. എന്നാലും പക്ഷേ ഇവരുടെ റീസണിങ് കേപ്പബിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ എഐസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മെഷീൻ ലേണിംഗ്. ഓക്കെ, അപ്പം എ എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ലേണിംഗ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ മാത്രമല്ല, നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന എഐസ്, ഇപ്പോൾ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ജി പി ടി പോലുള്ള കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എഐസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റൂൾ ബേസ്ഡ് സിസ്റ്റം ഒക്കെ ആയിരുന്നു. ഇപ്പം ചെസ്സ് കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഐസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറെ റൂൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് ഇന്ന കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ള എഐസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സിനാരിയോനെ ബേസ് ചെയ്ത് നമ്മൾ ഹ്യൂമൻസ് എടുക്കുന്ന പോലത്തെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ മെഷീൻസിനെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് എയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എ ഉണ്ട്. മെയിൻ ആയിട്ട് നാരോ എ ഉണ്ട്, ജനറൽ എ ഉണ്ട്, സൂപ്പർ എ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നാരോ എ എന്താണെന്ന് നോക്കാം. നാരോ എ കറണ്ട് റിയാലിറ്റിയിൽ നമുക്കിപ്പം അച്ചീവ്ഡ് ആയിട്ടുള്ള ഈ ചാറ്റ് ജി പി ടിയും ജെമിനിയും ഇങ്ങനെയുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്കിംഗ് ബോട്ടുകളുണ്ട്, എന്തെങ്കിലും മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാനുള്ള ബോട്ടുകളുണ്ട്, കോഡ് കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള ബോട്ടുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എഐസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നാരോ എഐക്കകത്താണ് വരുന്നത്. ഓക്കെ, എ യൂസ്ഡ് ടുഡേ ഇൻ ദ റിയൽ വേൾഡ്, ഡിസൈൻ ഫോർ സ്പെസിഫിക് ടാസ്ക് ഓൺലി. ഓക്കെ, ഇപ്പൊ ചാറ്റ് ജി പി ടി ആണ് ടെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടാണ്, നാനോ ബനാന ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ നാനോ ബനാന ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് ജനറേഷന് വേണ്ടിയിട്ടുള്ളതാണ്, പിന്നെ വീഡിയോ ജനറേഷന് വേണ്ടി VEO3. ഇങ്ങനെയുള്ള മോഡൽസ് എല്ലാം ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ അവരുടെ ജോലിയിൽ അവര് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നാരോ എയുടെ. ഈ നാരോ എനെ നമ്മൾ വീക്ക് എ എന്നും പറയും. ഓക്കെ, വീക്ക് എ എന്നും പറയും കാരണം അവർക്ക് ഒരു ടാസ്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്ന വീക്ക് എ ആണ്. ബാക്കി ജനറൽ എയും സൂപ്പർ എയിലേക്കുള്ള റിസർച്ചുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ടിക്കറ്റ് ബുക്കിംഗ് ബോട്ട്സ്, കോഡ് എഡിറ്റിംഗ് എഐസ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, റെക്കമെൻഡേഷൻ സിസ്റ്റം, നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ അകത്തൊക്കെ മൂവി റെക്കമെൻഡേഷൻ സിസ്റ്റം എല്ലാം നാരോ എ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് നാരോ എ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് സബ്സെറ്റ്സ് ഉണ്ടെന്ന്. അപ്പം റിയാക്റ്റീവ് എ ഉണ്ട്, ലിമിറ്റഡ് മെമ്മറി എഐസും ഉണ്ട്. ഓക്കെ, റിയാക്റ്റീവ് എ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് എന്താ പറയാ, റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ചെസ്സിന്റെ കാര്യം പറഞ്ഞു. ഈ ചെസ്സിന്റെ അകത്ത് നമ്മൾ കുറെ റൂൾസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്ത് ചെസ് പ്ലേ ചെയ്യുന്ന കുറച്ച് എഐസ് ഉണ്ട്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം പ്ലേ ചെയ്യുന്ന എഐസ്. അപ്പം നമ്മൾ പ്രീവിയസ് അല്ലെങ്കിൽ ബിഫോർ ഈ നമ്മൾ ചാറ്റ് ജി പി ടി ML ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കുറെ റൂൾ ബേസ്ഡ് സിസ്റ്റംസ് ഡിഫൈൻ ചെയ്യുകയാണ്. കുറെ ഇഫ് എൽസ് കണ്ടീഷൻസ് ഉള്ള സിസ്റ്റംസ്, അങ്ങനെയുള്ള റിയാക്റ്റീവ് എഐസ് ഉണ്ട്. ഓക്കെ, അവരപ്പം ഇപ്പൊ ഇതിന്റെ അകത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡസ് നോട്ട് ലേൺ ഓർ റിമെമ്പർ. അവരൊന്നും പഠിക്കുന്നില്ല, ഡേറ്റ ഒന്നും കൊടുക്കുന്നില്ല. അവർ ഡേറ്റയെന്നോ പാറ്റേൺസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പഠിക്കുന്നില്ല. റിയാക്ട് ബേസ്ഡ് ഓൺ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ IBMന്റെ ഡീപ് ബ്ലൂ, ഏർലി സ്പാം ഫിൽറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ റോബോട്ട്സ്. ഈ ഡീപ് ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ചെസ് പ്ലേ ചെയ്യുന്ന ഓക്കെ, അപ്പം അവർ കുറെ പോസിബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇതാണ് മൂവ് എന്നുണ്ടെങ്കിൽ അടുത്ത മൂവ് ഇതിന്റെ പോസിബിലിറ്റീസിനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പം അത് നമ്മുടെ വേൾഡ് ചാമ്പ്യനെയൊക്കെ ബീറ്റ് ചെയ്തിട്ടുള്ളൊരു ബോട്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു AI മോഡലായിരുന്നു. പിന്നെ ഏർലി സ്പാം ഫിൽറ്റേഴ്സ്. ഈ സ്പാം ഫിൽറ്റേഴ്സിന്റെ അകത്ത് നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കുറച്ച് കീവേഡ്സ് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴത്തെ സ്പാം ഫിൽറ്റേഴ്സ് അല്ല, ഏർലി സ്പാം ഫിൽറ്റേഴ്സ്. അപ്പം അവർ അതിനെ ബേസ് ചെയ്തിട്ട് കുറെ ആക്ഷൻസ് എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ കീവേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രീ മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെടുത്ത് സ്പാം ഫോൾഡറിൽ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അത് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ റോബോട്ട്സിന് ഇതുപോലെ തന്നെ നമ്മൾ ഇന്ന കണ്ടീഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ഡിസിഷൻ എടുക്കാന്നും പറഞ്ഞുകൊണ്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ലിമിറ്റഡ് മെമ്മറി AI ആണ്. ഓക്കെ, യൂസസ് ഫാസ്റ്റ് ഡേറ്റ ഫോർ എ ഷോർട്ട് ടൈം.
നമ്മളുടെ ML മോഡൽസ്, ഇപ്പോഴത്തെ ചാറ്റ് GPT, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ലിമിറ്റഡ് മെമ്മറി AIസിന് എക്സാമ്പിൾസ് ആണ്. യൂസ് പാസ്റ്റ് ഡേറ്റ ഫോർ എ ഷോർട്ട് ടൈം മെമ്മറി ടു മേക്ക് ബെറ്റർ ചോയ്സസ്. എക്സാമ്പിൾസ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്, വിർച്വൽ അസിസ്റ്റൻസ്, നെറ്റ്ഫ്ലിക്സ് ഹിസ്റ്ററി റെക്കമെൻഡേഷൻസ്. ഓക്കെ, ഇത് കുറച്ചുകൂടി സ്മാർട്ടാണ്. നമ്മുടെ മെമ്മറി, ഇപ്പം കോൺവെർസേഷൻ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാർ ആണെന്നുണ്ടെങ്കിൽ ട്രാഫിക് സിഗ്നലിന്റെ കാര്യം, കുറച്ച് മുമ്പെടുത്ത ഡിസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കും. ഓക്കെ, അങ്ങനെ മെമ്മറി ബേസ് ചെയ്ത് പിന്നെ ട്രെയിനിങ് ചെയ്യും നമ്മൾ. ഓക്കെ, നമ്മൾ ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്ന AIs ആണ് ഈ ലിമിറ്റഡ് മെമ്മറി AIs എന്ന് പറയുന്നത്. ഇതാണ് നമുക്കിപ്പോൾ ഉള്ള AIs, നാരോ AIന്റെ അകത്ത്. ഇപ്പൊ ചാറ്റ് GPT, ജെമിനി, ക്ലോഡ്, ഇങ്ങനെയുള്ള മോഡൽസ് എല്ലാം നമ്മൾ നാരോ AIയിലാണ് വരുന്നത്. പിന്നെ ഇവരെ നമ്മൾ മൾട്ടിപ്പിൾ ടാസ്കിന് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, ഇത് ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ടാസ്ക് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പല മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു കോമ്പിനേഷൻ ഓഫ് നാരോ AIs ആണ്. ഇപ്പം ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഒരു നാരോ AI, ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാൻ ഒരു നാരോ AI, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരു നാരോ AI. അങ്ങനെ പല പല ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് പല പല AIസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഒരു നാരോ AI തന്നെയാണ്. അതിനൊരു ജനറൽ AIയിലോട്ട് വരാനായിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത് ജനറൽ AI എന്താണെന്ന് നോക്കാം. ജനറൽ AI അടുത്ത ഒരു മൈൽ സ്റ്റോൺ ആണ്. ജനറൽ AI ഇതുവരെ അച്ചീവ് ആയിട്ടില്ല. ഓപ്പൺ AI, ആന്ത്രോപിക്കും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, മറ്റേ ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ അച്ചീവബിൾ ആയിട്ടില്ല. നമ്മൾ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ജനറൽ AIക്ക് ചെയ്യാൻ പറ്റും. റീസണിങ്, ലേണിംഗ് ന്യൂ സ്കിൽസ്, അഡാപ്റ്റിംഗ് ടു എനി പ്രോബ്ലം. നമ്മൾ നാരോ AI ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ട്രെയിൻ ചെയ്യണം. ഓക്കെ, അതിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയൊരു ടാസ്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പം ഈ AGI വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ട്രെയിൻ ചെയ്യാതെ ഇതിന് പഠിക്കാൻ പറ്റും. പഠിച്ചിട്ട് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. റീസണിങ് സ്കിൽസ് ഒരുപാട് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഉള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണെന്നുണ്ടെങ്കിലും റീസണിങ് എന്ന് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരും ഒരു പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിപ്പം മാറുന്നുണ്ടായിരിക്കും, ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നുണ്ടായിരിക്കും. എന്നാലും ബേസിക് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലൊക്കെ ചെയ്യുന്ന ഇപ്പൊ ഏറ്റവും സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ് തന്നെയാണ്. അവർ ചെയ്യുന്നത് അടുത്ത വേർഡിനെ പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇൻപുട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് ഒക്കെ തരുന്നത്. ഓക്കെ, അപ്പം സബ് ടൈപ്പ് തിയറി ഓഫ് മൈൻഡ് AI, ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനുഷ്യന്റെ ഇന്റൻഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു AI ആണ് തിയറി ഓഫ് മൈൻഡ് AI. അത് ഈ ജനറൽ AIയുടെ അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ AIയുടെ അണ്ടർ വരുന്ന ഒരു സബ് ടൈപ്പ് ആണ്. ഓക്കെ, ഇത് ഇതുവരെ എക്സിസ്റ്റിംഗ് അല്ല. ഇതും ഒരു ലേണിംഗ് ഫേസിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫേസിലും നിൽക്കുന്ന ഒരു AI ആണ്. ഓക്കെ, അടുത്തതാണ് സൂപ്പർ AI. ഓക്കെ, AIയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫോം ആണ് സൂപ്പർ AI. സൂപ്പർ ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ എവറി വേ. സർപാസസ് ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ എവറി വേ. ഓക്കെ, നമ്മുടെ മനുഷ്യനെക്കാട്ടിലും നമ്മുടെ ജനറൽ AI എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു AI ആയിരിക്കും. അതിന് പുതിയ സ്കിൽസ് പഠിക്കാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ സൂപ്പർ AI എന്ന് പറയുന്നത് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ അപ്പുറത്തായിരിക്കും. അതിൻ്റെ അകത്ത് എന്താ പറയുക, തിയറട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇൻവെന്റ് ന്യൂ ടെക്നോളജീസ് ഫാസ്റ്റർ ദാൻ ഹ്യൂമൻസ്, ക്യൂർ ഡിസീസസ് ഓർ സോൾവ് ഗ്ലോബൽ പ്രോബ്ലംസ്. അപ്പം അവർക്ക് അവരുടേതായ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അവരെ പറ്റി സെൽഫ് അവെയർ ആയിരിക്കും. പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ തന്നെ GPT ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാകുന്ന റെവല്യൂഷൻ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു AI വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചിരിക്കും. നമ്മുടെ ഹ്യൂമൻ റേസിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പണി, ജോലി, ഈ സാധനം എല്ലാം പോകുന്നൊരു AI ആയിരിക്കും ഈ സൂപ്പർ AI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോമ്പ്യൂട്ടേഷണൽ പവർ അതുപോലെ കൂടുകയും വേണം. പക്ഷെ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസിനെ ഫിക്സ് ചെയ്യാനും പറ്റും. അത് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി അഫക്റ്റ് ആകും നമ്മുടെ ഹ്യൂമൻ റേസിനെ. ഓക്കെ, മെഷീൻസ് ദാറ്റ് നോസ് ഇറ്റ് എക്സിസ്റ്റ്. നമ്മൾ ഈ ടെർമിനേറ്ററിൻ്റെ അകത്തൊക്കെ കാണുന്ന കൂട്ട് സെറ്റപ്പ് ആയിരിക്കും. പിന്നെ ഹാസ് കോൺഷ്യസ്നെസ് ആൻഡ് ക്യാൻ ഫോം ഗോൾസ്. അവർക്ക് തന്നെ ഗോൾസ് ഫോം ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന കാര്യം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വരും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു അതിന് മനുഷ്യന്റെ ഒരു ഇൻപുട്ടും വേണ്ട, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അവർ തന്നെ പ്രോബ്ലങ്ങൾ കണ്ടെത്തി സോൾവ് ചെയ്യും. പിന്നെ മെഷീൻസ് അവർ അവെയർ ആയിരിക്കും, അവർ എക്സിസ്റ്റിംഗ് ആണെന്നുള്ള കാര്യം. നമ്മൾ മനുഷ്യരെങ്ങനെയാണോ
അതുപോലെ തന്നെ പക്ഷെ മനുഷ്യനേക്കാളും ഇന്റലിജന്റ് ആയിരിക്കും. ഈ ഫീലിങ്സിന്റെ കാര്യമൊക്കെ അവർക്കറിയാം. അവര് എക്സിസ്റ്റിംഗ് ആണെന്നുള്ള കാര്യം അവർക്കറിയാം. ഓക്കെ, അതൊരു സ്റ്റിൽ ഒരു സയൻസ് ഫിക്ഷൻ ആണ്, തിയറി മാത്രമേ ഉള്ളൂ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൂടെ നമ്മൾ എടുക്കും. ഓക്കെ, ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ 7 ടൈപ്പ് ഓഫ് എ ഐസ്. ഇപ്പൊ നാരോ എ ഐക്കകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് നാരോ എ ഐക്കകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്, റിയാക്റ്റീവ് എയും ലിമിറ്റഡ് എയും. ജനറൽ എ ഐക്കകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം വരുന്നുണ്ട്, തിയറി ഓഫ് മൈൻഡ് എ ഐ. പിന്നെ ഉള്ളത് നമ്മുടെ സെൽഫ് അവെയർ എ ഐ ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എ ഐസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ ടെക് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടെ അമർത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.